നമസ്കാരം. ഞാൻ കാവാലം ശശികുമാർ. സജ്ജൻ കുമാർ അന്തരിച്ചു. ആരായിരുന്നു സജ്ജൻ കുമാർ? സജ്ജൻ കുമാർ ഡൽഹിയിലെ ഒരു MP ആയിരുന്നു. തീഹാർ ജയിലിൽ കിടന്നാണ് സജ്ജൻ കുമാർ അന്തരിച്ചത്. തീഹാർ ജയിലിലെ തടവുകാരനായിരിക്കെ പെട്ടെന്ന് രോഗം മൂർച്ഛിച്ച ശേഷം ആസ്പത്രിയിൽ വെച്ചായിരുന്നു അന്ത്യം സംഭവിച്ചത്. ആരായിരുന്നു സജ്ജൻ കുമാർ എന്നറിയണ്ടേ? അപ്പോഴേ മനസ്സിലാകുള്ളൂ. സജ്ജൻ കുമാറിൻ്റെ നിര്യാണം എന്നൊക്കെ അതിനെ ഒരുപക്ഷെ ബഹുമാനപൂർവ്വം പറയുന്നെങ്കിലും ഒരു 3 തലമുറയിൽപ്പെട്ട ആളുകളെങ്കിലും, ഭാരതത്തിലെ പ്രത്യേകിച്ച് ഡൽഹിയിലെ 3 തലമുറയിൽപ്പെട്ട ആളുകളെങ്കിലും ഈ മരണത്തെ മനസ്സുകൊണ്ടെങ്കിലും ആഘോഷിച്ചിട്ടുണ്ടാവും. കാരണം ഈ സജ്ജൻ കുമാർ ഇന്ദിരാഗാന്ധിയുടെ വധത്തിന് ശേഷം പ്രധാനമന്ത്രിയായിരിക്കെ സ്വന്തം കാവൽ സുരക്ഷാ ഉദ്യോഗസ്ഥന്മാരുടെ വെടിയേറ്റ് കൊല്ലപ്പെട്ട ഇന്ദിരാഗാന്ധിയുടെ വധത്തിന് ശേഷം ഡൽഹിയിൽ നടന്ന ഒരു കലാപമുണ്ട്. സിഖ് വിരുദ്ധ കലാപം. 1984 അത്. ഒക്ടോബർ 31 പ്രധാനമന്ത്രിയായിരിക്കെ ഇന്ദിരാഗാന്ധി സ്വന്തം സുരക്ഷാ ഉദ്യോഗസ്ഥന്മാരുടെ വെടിയേറ്റ് മരിച്ചത്. അതിന് കാരണവുമൊക്കെ അറിയാവുന്നതാണ്, രാഷ്ട്രീയം അറിയാവുന്നവർക്ക് അറിയാവുന്നതാണ്. പഞ്ചാബിലുണ്ടായ തീവ്രവാദ പ്രവർത്തനം അത് വളരെയേറെ വളർന്ന ഭിന്ദ്രൻവാല എന്ന് പറയുന്ന ഒരു നേതാവിൻ്റെ നേതൃത്വത്തിൽ സുവർണക്ഷേത്രം കേന്ദ്രിതമാക്കി നടത്തിയിരുന്ന തീവ്രവാദ പ്രവർത്തനം, ആ പ്രവർത്തനത്തിനെ തോൽപ്പിക്കുവാൻ വേണ്ടി, അതിനെ പ്രതിരോധിക്കുവാൻ വേണ്ടി, നേരിടുവാൻ വേണ്ടി സൈന്യത്തിനെ സുവർണക്ഷേത്രത്തിലേക്ക് അയച്ച് ഇന്ദിരാഗാന്ധി നടത്തിയ ബ്ലൂ സ്റ്റാർ ഓപ്പറേഷൻ, അതിന് പ്രതികാരമായി ആണ് ഇന്ദിരാഗാന്ധി കൊല്ലപ്പെട്ടത്. അതാണ് ഒരു വസ്തുത. അത് ചരിത്രമാണ്. അതിനെ തുടർന്നുണ്ടായ സംഭവങ്ങൾ 3 ദിവസം 72 മണിക്കൂർ. ഒക്ടോബർ 31 ഇന്ദിരാഗാന്ധി വധിക്കപ്പെട്ടു. നവംബർ 3 വരെ ഡൽഹിയിലെ തെരുവോരങ്ങളിൽ നടന്ന കലാപം, സിഖ് വിരുദ്ധ കലാപം. സിഖുകാരുടെ എവിടെ കണ്ടാലും അപ്പോൾ തന്നെ പ്രത്യക്ഷത്തിൽ കൊന്നുകളയുന്ന ഒരു പ്രവർത്തനം. ആ പ്രവർത്തനം നടത്തിയത് കോൺഗ്രസ് ആയിരുന്നു. കാര്യം കൊല്ലപ്പെട്ടത് രാജ്യത്തിൻ്റെ പ്രധാനമന്ത്രി എന്നതിനേക്കാൾ കോൺഗ്രസിൻ്റെ പ്രധാനമന്ത്രിയാണെന്നാണ് കോൺഗ്രസ് നേതാക്കന്മാർ അതിനെ കണ്ടത്. അന്ന് ഡൽഹിയിൽ കോൺഗ്രസിൻ്റെ പിണിയാളുകളായിരുന്ന, കോൺഗ്രസിൻ്റെ തലപ്പത്തുണ്ടായിരുന്ന, കോൺഗ്രസിന് വേണ്ടി എന്തും ചെയ്യുവാൻ തയ്യാറായിട്ടുണ്ടായിരുന്ന ചില നേതാക്കന്മാരിൽ ഏറ്റവും ക്രൂരനായ പ്രമുഖനായിരുന്നു സജ്ജൻ കുമാർ എന്ന MP. സജ്ജൻ കുമാർ 1984 ആ വലിയ കലാപം, ആ കലാപത്തിൽ കൊല്ലപ്പെട്ടത് സർക്കാരിൻ്റെ കണക്കനുസരിച്ച് 3325 പേർ കൊല്ലപ്പെട്ടു. ഡൽഹിയിൽ മാത്രം 2733 പേർ കൊല്ലപ്പെട്ടു എന്നാണ് ഒരു കണക്ക്. സർക്കാർ എന്ന് പറയുമ്പോൾ അന്ന് ഡൽഹിയിലുണ്ടായിരുന്നത് കോൺഗ്രസിൻ്റെ ഗവൺമെൻറ്റാണ്, കേന്ദ്രം ഭരിച്ചിരുന്നത് കോൺഗ്രസ് ഗവൺമെൻറ്റാണ്. ആ ഗവൺമെൻറ്റിൻ്റെ കണക്ക് പ്രകാരമാണിത്. എന്നാൽ ഡൽഹിയിലെ തിലോകപുരി, സുൽത്താൻപുരി, മംഗൾപുരി, ഇവിടെ ഈ 3 സ്ഥലങ്ങൾ മാത്രം കേന്ദ്രീകരിച്ച് നടന്നിരുന്ന ആ അക്രമത്തിൻ്റെ കൊലപാതകത്തിൻ്റെ, ഡൽഹിയിലൊക്കെ അന്ന് ജീവിച്ചിരുന്ന ആൾക്കാർ, ഡൽഹിയിൽ കണ്ടിരുന്ന ആൾക്കാർ പറഞ്ഞത് നിരത്തിൽ മുഴുവൻ ജഡങ്ങൾ ഇങ്ങനെ തലയെറ്റും പാതി മരിച്ചും പാതി വെന്തും ഒക്കെ കിടക്കുന്ന സിഖ് ജനങ്ങളുടെ ജഡങ്ങൾ കാണാമായിരുന്നു എന്നാണ് പറയുന്നത്. ഔദ്യോഗിക കണക്കങ്ങനെയാണെങ്കിൽ അനൗദ്യോഗികമായിട്ടുള്ളതിൽ 16,000 പേര് മരിച്ചിട്ടുണ്ടാവും എന്നാണ് അനൗദ്യോഗികമായിട്ടുള്ള ഒരു കണക്ക് പറയുന്നത്. വീടിനുള്ളിൽ നിന്ന് വലിച്ചിഴച്ച് പുറത്തു കൊണ്ടുവന്ന് വെട്ടി അരിഞ്ഞ് കൊന്ന ചില ആൾക്കാർ, അതുകൂടാതെ ഇവരെ പിടിച്ചു കൊണ്ടുവന്ന് ജീവനോടെ നിർത്തി കഴുത്തിൽ കത്തി എരിയുന്ന ടയർ കഴുത്തിൽ മാലയായിട്ട് അണിയിച്ച് ഇല്ലാതാക്കി കളഞ്ഞ ആൾക്കാർ, അതുപോലെ തന്നെ കൂട്ടമായി ഇട്ട് ചുട്ടുകൊന്ന ആൾക്കാർ, ഇങ്ങനെ പലതരത്തിലായിരുന്നു അവിടെ കൊലപാതകം നടന്നത്. സിഖ് ഗുരുദ്വാര, അവർ പവിത്രമായി കരുതുന്ന ക്ഷേത്രത്തിനുള്ളിൽ കിടന്ന, ആ ക്ഷേത്രത്തിനുള്ളിലുണ്ടായിരുന്ന ആൾക്കാരെ അവരെ പിടിച്ച് പുറത്തു കൊണ്ടുവന്ന് കൊന്ന് ആ ക്ഷേത്രത്തിന് തീയിട്ട സംഭവങ്ങൾ. അങ്ങനെ ഡൽഹിയിലെ ചരിത്രത്തിലല്ല, ഇന്ത്യ ചരിത്രത്തിലെ ഏറ്റവും വലിയ സംഘടിതമായ ഒരു സർക്കാർ നടത്തിയ ഒരു വലിയ കലാപമായിരുന്നു ഈ സിഖ് വിരുദ്ധ കലാപം എന്ന് പറയണം. കാരണം കൊല്ലപ്പെട്ടത് പ്രധാനമന്ത്രിയാണ്. പ്രധാനമന്ത്രി കൊല്ലപ്പെട്ടു എന്നുള്ള കാരണം കൊണ്ട് സർക്കാരിൻ്റെ ഭാഗത്തു നിന്ന് യാതൊരു തരത്തിലുള്ള നിയന്ത്രണമില്ലാതെ പാർട്ടിയുടെ പ്രവർത്തകർ നടത്തിയ ഭീകരമായ അതിക്രമം. ആ അതിക്രമത്തിൽ ഉണ്ടായിരുന്ന ആളുകൾ, ഒന്ന് സജ്ജൻ കുമാർ, അന്ന് ഡൽഹിയിലെ കോൺഗ്രസിൻ്റെ നേതാവാണ്. സജ്ജൻ കുമാർ, ജഗദീഷ് ടൈറ്റിലർ, പിന്നെ കമൽനാഥ്, HKL ഭഗത്, ഈ 4 പേരുടെ നേതൃത്വത്തിൽ നടത്തിയ വലിയ വമ്പൻ അതിക്രമങ്ങൾ. ആ അതിക്രമങ്ങളുടെ കാര്യങ്ങളൊക്കെ പറയുന്ന ഒട്ടേറെ ചരിത്ര പുസ്തകങ്ങളുണ്ട്. ആ ചരിത്ര പുസ്തകങ്ങളൊക്കെ പഠിക്കുമ്പോൾ മനസ്സിലാക്കേണ്ട 2-3 കാര്യങ്ങളുണ്ട്. ആ കാര്യങ്ങൾ പറയുവാൻ വേണ്ടിയാണ് വാസ്തവത്തിൽ ഞാൻ ശ്രമിക്കുന്നത്. ത്രിലോക്പുരിയിൽ 3 ദിവസം കൊണ്ട് തുടർച്ചയായി 350 സിഖുകാരെ, ഒരു ചെറിയ പ്രദേശത്ത് മാത്രം, ഒരു ചെറിയ കോളനിയിൽ നിന്ന് മാത്രം 350 പേരെ ഹത്യ ചെയ്തു. വംശഹത്യ തന്നെയായിരുന്നു അത്. ഡൽഹിയിലെ കന്റോൺമെൻറ്റ് ഏരിയയിൽ, അവിടെ ഗുരുദ്വാരയിൽ നിന്ന് അകത്തു നിന്ന് ആൾക്കാരെ പിടിച്ചുകൊണ്ട് പുറത്തു കൊണ്ടുവന്ന് 5 പേരെ ചുട്ടുകൊന്നു. ഗുരുദ്വാരയ്ക്ക് തീയിട്ടു.
ആ ഗുരുദ്വാരയിലേക്ക് പല ആൾക്കാരും സിഖുകാരെന്നൊന്നും നോട്ടമുണ്ടായിരുന്നില്ല, കണ്ണിൽ കണ്ടവരെ എല്ലാം അന്ന് കൊല്ലുകയായിരുന്നു. അങ്ങനെ ജീവൻ രക്ഷിക്കാൻ വേണ്ടി രക്ഷപ്പെട്ട് ഈ ഗുരുദ്വാര പോലെയുള്ള സ്ഥലങ്ങളൊന്നും ആക്രമിക്കില്ല എന്ന് വിശ്വസിച്ച് അകത്ത് കയറിയിരുന്ന ആൾക്കാരെ പുറത്തു കൊണ്ടുവന്ന് പിടിച്ചിട്ട് കൊന്നുകളഞ്ഞു. ഒരു അച്ഛനെയും മകനെയും കൊന്ന സംഭവമുണ്ട് സരസ്വതി വിഹാർ എന്ന് പറയുന്ന സ്ഥലത്ത്. ഇങ്ങനെ കണ്ടാൽ കൊല്ലുമെന്ന അവസ്ഥ വന്ന് തലമുട്ടയടിച്ച് ഏറ്റവും കൂടുതൽ വലിയ അവരുടെ ഈ സിഖ് സമൂഹത്തിനെ സംബന്ധിച്ച് ഏറ്റവും പ്രധാനപ്പെട്ടത് അവരുടെ ശിഖയാണ്, അവരുടെ മുടിയാണ്, അവരുടെ മുടി മറയ്ക്കുന്ന തലപ്പാവാണ്, കയ്യിലെ വളയാണ്. ഇങ്ങനെയുള്ള എല്ലാ ചിഹ്നങ്ങളും ഇല്ലാതാക്കി തലമുടിയൊക്കെ സ്വയം മുറിച്ച് കളഞ്ഞ് ഒക്കെ ആൾക്കാർ രക്ഷപ്പെട്ടതെന്നാണ് അന്നത്തെ ആ ചരിത്രങ്ങൾ പറയുന്നത്. ഓക്കെ, അതൊരു പറയുമ്പോൾ അതവിടെ നിൽക്കട്ടെ. ഈ കേസിൽ മുഖ്യപ്രതിയായി ഇതിനെല്ലാം വേണ്ടി പരസ്യമായി ആഹ്വാനം ചെയ്ത് പരസ്യമായി ആൾക്കാർക്ക് പണം കൊടുത്ത് മദ്യം കൊടുത്ത് പോയി ആക്രമിച്ചോളൂ, ബാക്കി എല്ലാ കാര്യം ഞാൻ ഏറ്റു എന്ന് പറഞ്ഞ് ആഹ്വാനം നൽകിയ ആളാണ് ഈ സജ്ജൻകുമാർ. ഈ സജ്ജൻകുമാർ 1984 ഈ കേസ് നടന്നു എന്ന് പറയുന്നത്. നമ്മളിപ്പോൾ സംസാരിക്കുമ്പോൾ 42 വർഷം കഴിഞ്ഞിട്ടുള്ള കാര്യമാണ് പറയുന്നത്. ഈ സജ്ജൻകുമാറിനെ കോൺഗ്രസിൻ്റെ വിവിധ തലത്തിലുള്ള ഭരണ സംവിധാനങ്ങൾ പല കാലഘട്ടങ്ങളിലായി കേസുകളിൽ നിന്ന് രക്ഷിച്ച് ഈ 2018 2025 ഈ കേസിൽ അന്തിമമായിട്ട് ഈ സജ്ജൻകുമാറിന് എതിരായ വിധി ഉണ്ടായത്. 2 കേസുകളിൽ ജീവപര്യന്തമായിരുന്നു. ആ ജീവപര്യന്തം അനുഭവിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് ഇദ്ദേഹം കാലയവനിയിലേക്ക് പോകുന്നത്. ചരിത്രത്തിനോടൊപ്പം പോകുന്നത് ഒരു ക്രൂരനായ ഒരു മനുഷ്യനാണ്. ആ മനുഷ്യനെ സംരക്ഷിക്കുവാൻ വേണ്ടി കോൺഗ്രസ് പാർട്ടി ചെയ്തിരുന്ന സേവനങ്ങൾ വലുതാണ്. പോലീസ് കേസെടുക്കാൻ വൈകി, കേസെടുത്തതിൽ വളരെ ദുർബലമായ കേസുകളെടുത്തു. അതിൽ നിന്നൊക്കെ സജ്ജൻകുമാറിനെ പോലെയുള്ള ആൾക്കാരെ ഒഴിവാക്കി, കോൺഗ്രസിൻ്റെ നേതാക്കന്മാരെ ഒഴിവാക്കി. ഇപ്പോഴും ജഗദീഷ് ടൈറ്റലർ, കമൽനാഥ് തുടങ്ങിയ ആൾക്കാരെക്കെതിരെ ഒന്നും കേസിൻ്റെ വിധിയൊന്നും വന്നിട്ടില്ല. അവരൊന്നും ഇതുവരെ കേസിൽ പ്രതിയായിട്ടില്ല. അവരൊക്കെ ഉൾപ്പെട്ടിരുന്ന സംഭവമാണെന്ന് എല്ലാ ആൾക്കാർക്കും അറിയാവുന്നതാണ്. HKL ഭഗത് അന്തരിക്കുകയും ചെയ്തു. ഈ തരത്തിലായിരുന്നു അന്നത്തെ സംഭവങ്ങൾ. 2026 ജനുവരി 22 സജ്ജൻകുമാർ പ്രതിയായ ഒരു കേസ് വെറുതെ വിടുകയും ചെയ്തിരിക്കുന്നു. ഏത് ശിക്ഷിച്ച കേസ് വെറുതെ വിടുകയും ചെയ്തിരിക്കുന്നു. 3 വട്ടം MP ആയിരുന്നു ഈ സജ്ജൻകുമാർ. ഔട്ടർ ഡൽഹി എന്ന് പറയുന്ന പ്രദേശത്തായിരുന്നു. 8.5 ലക്ഷത്തിലേറെ വോട്ടിൻ്റെ ഭൂരിപക്ഷം നേടി ജയിച്ചിരുന്ന ആളാണ്. കോൺഗ്രസിൻ്റെ ഡൽഹി പ്രദേശിൻ്റെ ജനറൽ സെക്രട്ടറി ആയിരുന്നു. 32-ാമത്തെ വയസ്സിൽ ഒരു ബേക്കറി ഉടമയുടെ മകനായി ആയിരുന്ന ആൾ 32-ാമത്തെ വയസ്സിൽ രാഷ്ട്രീയത്തിലേക്ക് ഇറങ്ങുകയും ഡൽഹിയിലെ കോർപ്പറേഷനിൽ അധികാരത്തിലെത്തുകയും തുടർന്ന് ഇന്ദിരാഗാന്ധിയുടെ സ്വേച്ഛാഭരണം 1977 ആദ്യമായിട്ട് ഈ കോർപ്പറേഷനിലേക്ക് ഈ സജ്ജൻകുമാർ ജയിക്കുന്നത്. ഇന്ദിരാഗാന്ധിയുടെ മകൻ സഞ്ജയ് ഗാന്ധി, ആ സഞ്ജയ് ഗാന്ധിയുടെ വലങ്കയായി നിന്ന് അടിയന്തരാവസ്ഥ കാലത്ത് ഏറ്റവും കൂടുതൽ ക്രൗര്യം ചെയ്ത ആൾക്കാരിൽ ഒരാൾ, ആസൂത്രണം ചെയ്ത ഒരാളും ഈ സജ്ജൻകുമാറായിരുന്നു. അങ്ങനെ സജ്ജൻകുമാറിന് അങ്ങനെ വലിയേറെ പ്രാധാന്യം ഈ കോൺഗ്രസ് പാർട്ടിയിലുണ്ടായി. കോൺഗ്രസ് പാർട്ടിയെ തന്നെ നിയന്ത്രിക്കുന്നത് സജ്ജൻകുമാറായിരുന്ന ഒരു ഘട്ടമുണ്ടായിരുന്നു. ആ സമയത്താണ് ഈ സംഭവങ്ങളെല്ലാം ഉണ്ടാകുന്നത്. ഗുരുദ്വാര കത്തിച്ച് സിഖുകാരെ കൊന്ന കേസിലൊക്കെ ഇയാൾ പ്രതിയാണ്. കമൽനാഥിൻ്റെ പേരുണ്ടായിരുന്നു, ജഗദീഷ് ടൈറ്റലറുടെ പേരുണ്ടായിരുന്നു. പക്ഷേ HKL ഭാഗത്തുണ്ടായിരുന്നു. അവരെയൊക്കെ പല കാലഘട്ടങ്ങളിലായി പല സംവിധാനങ്ങളിലായി രക്ഷപ്പെടുത്തുകയാണ് ചെയ്തതെന്ന് തന്നെ പറയണം. കോൺഗ്രസ് പലപ്പോഴും ആവർത്തിച്ച് പറയില്ലേ, അവിടെ കലാപം നടന്നു ഉടനെ ചെയ്തത് ഇങ്ങനെയായിരുന്നു, അവിടെ അങ്ങനെ ചെയ്തു, വംശഹത്യയായിരുന്നു, മരണത്തിൻ്റെ വ്യാപാരികളാണ്, അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ പറഞ്ഞ ആ കോൺഗ്രസ് പാർട്ടിയുടെ ഈ കൾച്ചറാണ് 1984 കൾച്ചർ. കാര്യം മരിച്ചത് ഇന്ദിരാഗാന്ധിയായിരുന്നു. മകൻ സഞ്ജയ് ഗാന്ധി നേരത്തെ മരിച്ചു പോയിരുന്നു. അതിനുശേഷം ഇന്ദിരാഗാന്ധിയുടെ മരണത്തോടുകൂടി ആരാണ് അടുത്ത പ്രധാനമന്ത്രി എന്ന് വന്ന സമയത്താണ് ഇപ്പോഴത്തെ രാഹുൽ ഗാന്ധിയുടെ അച്ഛനായ രാജീവ് ഗാന്ധി, പൈലറ്റായിരുന്ന രാജീവ് ഗാന്ധി പെട്ടെന്ന് പ്രധാനമന്ത്രിയായി ചുമതലയേറ്റത്. പ്രധാനമന്ത്രിയായി ചുമതലയേറ്റെങ്കിലും 72 മണിക്കൂർ ഡൽഹിയിൽ നടന്ന കൂട്ടഹത്യ, ആ ഹത്യയുടെ കാര്യമാണ് നാം ഇപ്പോൾ സംസാരിച്ചുകൊണ്ടിരുന്നത്. ആ ഹത്യയുടെ ഭാഗമായിട്ടാണ് ഈ കാര്യങ്ങളെല്ലാം നടന്നത്. ഇതിനെക്കുറിച്ച് വളരെ കുപ്രസിദ്ധമായ ഒരു പ്രസംഗവും പ്രതികരണവുമുണ്ട് രാജീവ് ഗാന്ധിയുടെ. ആ രാഹുൽ ഗാന്ധിയൊക്കെ അത് ആ ചരിത്രം അറിയാത്തത് കൊണ്ടാണോ എന്നറിയില്ല ഇടയ്ക്കിടയ്ക്ക് ഓരോ കാര്യങ്ങളൊക്കെ വിളിച്ചു പറയുന്നത്, അതോ സ്വന്തം ചെയ്തിയെ കുറിച്ച് കൃത്യമായി ബോധമുള്ളതുകൊണ്ട് പറയുന്നതാണോ എന്നറിയില്ല. ഗുജറാത്തിലൊക്കെ ഉണ്ടായ സംഭവങ്ങളിലൊക്കെ അവർ വിളിച്ചു പറഞ്ഞ പല കാര്യങ്ങളും 84 കോൺഗ്രസ് ഡൽഹിയിൽ ചെയ്ത കാര്യങ്ങളായിരുന്നു. അതിൻ്റെ സമാന സ്വഭാവത്തിൽ അവരതിനെ വ്യാഖ്യാനിച്ചെന്ന് മാത്രമേ ഉള്ളൂ. സംഭവിക്കാത്തതായിരുന്നു അതെല്ലാം. പക്ഷേ സംഭവിച്ചത് ഇങ്ങനെയാണ്. ഡൽഹിയിൽ നടന്ന ആ കലാപത്തിനെക്കുറിച്ച് പ്രധാനമന്ത്രിയായി ഇരിക്കെ ബോട്ട് ക്ലബ് മൈതാനിയിൽ രാജീവ് ഗാന്ധി നടത്തിയ ഒരു പ്രസംഗമുണ്ട്. ആ പ്രസംഗത്തിൽ പറഞ്ഞത് വൻമരങ്ങൾ വീഴുമ്പോൾ ചുറ്റുമുള്ള ഭൂമി കുലുങ്ങാതെ പറ്റില്ല എന്നാണ്. അതായത് അവിടെ സംഭവിച്ച ആ കൂട്ടക്കൊലകൾ, സിഖ് കൂട്ടക്കൊല മുഴുവൻ അമ്മ എന്ന് പറയുന്ന ഒരു വലിയ വൻമരം, അല്ലെങ്കിൽ ഭാരതത്തിൻ്റെ പ്രധാനമന്ത്രി എന്ന് പറയുന്ന ഒരു വൻമരം, ആ വൻമരം വീണപ്പോഴുണ്ടായ ഭൂമി കുലുക്കമാണ് സ്വാഭാവികം. അങ്ങനെയായിരുന്നു ആ മരണത്തെ ന്യായീകരിക്കാനും വ്യാഖ്യാനിക്കാനും തയ്യാറായെന്നുള്ളത് ഇപ്പോഴീ വലിയ രാഷ്ട്രീയ വാദങ്ങൾ പറയുന്ന രാഹുൽ ഗാന്ധിയും പ്രിയങ്ക ഗാന്ധിയും സോണിയാഗാന്ധിയും കോൺഗ്രസിൻ്റെ മറ്റ് നേതാക്കന്മാരും മനസ്സിലാക്കണം എന്നുള്ളതാണ് മറ്റ് ഓർമ്മിപ്പിക്കാനുള്ള ഒരു കാര്യം. ഒരു ബേക്കറി ഉടമയുടെ ആയി തുടങ്ങിയ കോൺഗ്രസിൻ്റെ നേതൃസ്ഥാനത്തെത്തിയ സജ്ജൻകുമാർ നടത്തിയ ഒരു രാഷ്ട്രീയ ഹത്യയുടെ ചരിത്രത്തിലെ
ഒരു ഓർമ്മപ്പെടുത്തൽ കൂടിയാണ് ഇന്ന് ഇപ്പോൾ ഈ സജ്ജൻ കുമാറിൻ്റെ നിര്യാണത്തിൽ സംഭവിച്ചിരിക്കുന്നത്. കോൺഗ്രസിൻ്റെ രാഷ്ട്രീയം, കോൺഗ്രസിൻ്റെ രാഷ്ട്രപ്രവർത്തനം, കോൺഗ്രസിൻ്റെ സാമൂഹ്യ പ്രവർത്തനം, കോൺഗ്രസിൻ്റെ അക്രമ പ്രവർത്തനം, ഇതിൻ്റെ എല്ലാം ഒരു സ്മരണ കൂടിയാണ് വാസ്തവത്തിൽ ഇപ്പോൾ ഈ സജ്ജൻ കുമാർ ഓർമ്മിക്കേണ്ടത് തന്നെയാണ്. കാരണം അത്രമാത്രം ഡൽഹിയെ മുറിവേൽപ്പിച്ച, ഭാരതത്തെ മുറിവേൽപ്പിച്ച, വിഭജനത്തിന് ശേഷം നടന്ന ഏറ്റവും വലിയൊരു കലാപമായിരുന്നു സിഖ് കലാപം. ഇപ്പോഴും അതിൻ്റെ പക മാറിയിട്ടില്ല. അതുകൊണ്ടാണ് ഇപ്പോഴും പിന്നെ പഞ്ചാബ് കേന്ദ്രീകരിച്ച് ഇപ്പോഴും നടക്കുന്നത് ഭാരതവിരുദ്ധമായ ഒരു പ്രവർത്തനം പോലെ തന്നെ ഇപ്പോഴും പഞ്ചാബ് കേന്ദ്രിതമായി നടക്കുന്ന, ഇപ്പോൾ കാനഡയിലൊക്കെ താമസിച്ച് രഹസ്യമായും പരസ്യമായും ഭീകര പ്രവർത്തനങ്ങളിൽ, രാജ്യവിരുദ്ധ പ്രവർത്തനങ്ങളിൽ വ്യാപൃതരായിരിക്കുന്ന ആൾക്കാരുടെ പകയുടെ അടിത്തറ ഈ 1984 ഈ കൂട്ടക്കലാപമായിരുന്നു. അതിലേക്ക് വഴിവെച്ചത് ഇന്ദിരാഗാന്ധിയുടെ വധമാണ്. അതിന് കാരണമായത് ബ്ലൂ സ്റ്റാർ ഓപ്പറേഷനാണ്. ആ ബ്ലൂ സ്റ്റാർ ഓപ്പറേഷൻ എന്ന സുവർണ ക്ഷേത്രത്തിലെ പോലീസിനെ കയറ്റത്തിന് കാരണമായത്, പഞ്ചാബിൽ വിഘടനവാദം പ്രോത്സാഹിപ്പിച്ചത് അക്കാലത്തെ കോൺഗ്രസിൻ്റെ ഭരണ സംവിധാനമായിരുന്നു, അവരുടെ ഭരണ താല്പര്യമായിരുന്നു എന്നുള്ളതാണ്. ശരിക്കും പറഞ്ഞാൽ കോൺഗ്രസിൻ്റെ ചരിത്രവുമായി ബന്ധപ്പെട്ട് അടുത്ത് നിൽക്കുന്ന ആളാണ് ഈ സജ്ജൻ കുമാറിൻ്റെ നിര്യാണം. ഇത്തരം കാര്യങ്ങളൊക്കെ നമ്മെ വീണ്ടും ഓർമ്മിപ്പിക്കുകയാണ്. വീണ്ടും കാണാം. നമസ്കാരം.